ഹായ് സ്റ്റുഡൻസ്, അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സിലെ മൊഡ്യൂൾ 1 പാർട്ട് 2 വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രോസസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐഡൻറ്റിഫൈയിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അതായത് ഒരു ബിസിനസ്സിൽ ആദ്യമായിട്ട് ഇപ്പോൾ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ നോക്കണം. അതായത് ഫിനാൻഷ്യലേക്കാണ്ടും പല രീതിയിലോട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഏതൊക്കെ ഭാഗങ്ങളായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെക്കാം. അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതായത് ഒരു ബിസിനസ്സിൽ ഈ ക്യാഷിൻ്റെ രൂപത്തിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രം നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അത് മാത്രവുമല്ല, ഈ ക്യാഷിൻ്റെ ഇടപാടുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നതാവണം. അതായത് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാഷുകളുടെ മാത്രമേ നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാലറീസ്, വേജസ്, അതുപോലെ തന്നെ റെൻറ്റ്, പിന്നെ അങ്ങനെ ഇപ്പോൾ റവന്യൂ, ഇങ്ങോട്ട് കിട്ടുന്ന ഇൻകം, അവർക്ക് പോകുന്ന എക്സ്പെൻസ്. അപ്പോൾ ഈ നമ്മുടെ ബിസിനസ്സുമായി ബേസ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ ഇവിടെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഒന്നാമതായിട്ട് പറയുന്ന ഐഡൻറ്റിഫൈങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. അതുപോലെ തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഫിനാൻഷ്യലി അല്ലാത്ത വേറൊരു കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ ഒരു ബിസിനസ്സിലോട്ട് പുതിയൊരു എംപ്ലോയിനെ നമ്മൾ ഇവിടെ റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തൂല. നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ പൈസയുമായി ബന്ധപ്പെട്ട, അതായത് ബിസിനസ്സിന് പൈസയുമായി ബന്ധപ്പെട്ട ഇടപെടലുകളുള്ള കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ പ്രോസസ്സാണ് റെക്കോർഡിങ്, അതായത് ജേർണലൈസിങ്. അതായത് അങ്ങനെ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും കണ്ടെത്തിയിട്ട് അത് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ജേർണലിലോട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതൊരു ഡബിൾ എൻട്രി സിസ്റ്റമാണ്. അതായത് നമ്മളങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഡെബിറ്റ് കോഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ക്രെഡിറ്റ് കോഡും ഉണ്ടാവും. ഇപ്പോൾ അതെന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, വെൻ ദ ഗുഡ്സ് ആർ സോൾഡ് ഫോർ ക്യാഷ്. അപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ ഗുഡ്സ് ക്യാഷിന് വേണ്ടി വിൽക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നത് എന്താണ്, ഗുഡ്സ് ആണ്. ഇങ്ങോട്ട് വരുന്നത് ക്യാഷ്. അപ്പോൾ നമ്മളെ കൈക്ക് കിട്ടുന്നത് ക്യാഷ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ഡേറ്റ് ഒക്കെ ഇട്ടുകൊണ്ടാണ് ജേർണലൈസ് ചെയ്യുന്നത്. മൂന്നാമത്തെ പ്രോസസ്സാണ് ക്ലാസിഫയിങ്. അതായത് നമ്മൾ ജേർണലിൽ നമ്മൾ ഓരോ എൻട്രീസും അവിടെ ഡേറ്റ് ഉൾപ്പെടെ നമ്മളവിടെ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇനി ജേർണലിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച ഓരോ എൻട്രീസിന് നമ്മൾ എന്ത് ചെയ്യണം, ലെഡ്ജറിലോട്ട് ക്ലാസിഫൈ ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കൂട്ടം അക്കൗണ്ട്സിനെ ഒരൊറ്റ കെട്ടാക്കിക്കൊണ്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുറേ ഡേറ്റിൽ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്, അങ്ങനെ ഓരോന്നുണ്ടാവും. അപ്പോൾ അതിൽ ക്യാഷ് അക്കൗണ്ടിൻ്റെ മാത്രം സ്പെസിഫൈ ചെയ്തുകൊണ്ട് അത് ഏതൊക്കെ ഡേറ്റിൽ വരുന്നു അതൊക്കെ എടുത്ത് എഴുതുന്നു. അതുപോലെ തന്നെ സെയിൽസിന് ഫർണിച്ചർ ഉണ്ടെങ്കിൽ ഫർണിച്ചറിന്, മെഷീൻ ഉണ്ടെങ്കിൽ മെഷീന്, അങ്ങനെ ഓരോന്നിനും അങ്ങനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ലെഡ്ജറിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാണ് മൂന്നാമതായി വരുന്നത്. അഞ്ചാമത്തെ സ്റ്റെപ്പാണ് സമ്മറൈസിങ്. അതായത് ലെഡ്ജറൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ട്രയൽ ബാലൻസിലോട്ട് ഈ ഒരു ലെഡ്ജറിലെ എല്ലാ എൻട്രീസും ട്രയൽ ബാലൻസിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. അതിൽ നമുക്ക് ഡെപ്റ്ററും ക്രെഡിറ്റും ഒക്കെ നമുക്ക് തുല്യമായി കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് പോകും. ട്രേഡിംഗ് അക്കൗണ്ടിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ബിസിനസ്സിൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ഗ്രോസ് ലോസ് നഷ്ടമാണോ ലാഭമാണോ മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് പോകുന്നു. അവിടെ ഇത് നെറ്റ് പ്രോഫിറ്റ് ആണോ അതോ നെറ്റ് ലോസ് ആണോ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ലാഭമാണോ നഷ്ടമാണോ മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് ഈ ഒരു എല്ലാ എൻട്രീസും ബാലൻസ് ഷീറ്റിലോട്ട് അപ്ലൈ ചെയ്യുന്നു. ബാലൻസ് ഷീറ്റിൽ നമുക്ക് അസറ്റ് ആണോ അല്ലെങ്കിൽ എക്സ്പെൻസ് ആണോ, നമുക്ക് ബിസിനസ്സിന് എത്രത്തോളം ആസ്തി എന്നൊക്കെയാണ് ബാലൻസ് ഷീറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഇത്രയാണ് സമ്മറൈസിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് അഞ്ചാമതാണ് അഡ്ജസ്റ്റിങ് ആൻഡ് ക്ലോസിങ് എൻട്രീസ്. അത് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ അക്കൗണ്ട്സ് ഒക്കെ നമുക്ക് ബാലൻസ് ആയിക്കൊണ്ട് ശരിയായിട്ട് രീതിയിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ കുറേ അഡ്ജസ്റ്റുകളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ, അക്രൂഡ്, അതുപോലെ തന്നെ ബാഡ് ഡെപ്റ്റ്സ്, പിന്നെ ഡിപ്രീസിയേഷൻസ്, ഇതൊക്കെ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യും. അപ്പോൾ അതാണ് അഡ്ജസ്റ്റിംഗ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് അനാലിസിസ് ആണ്. അതായത് നമ്മൾ ഫൈനൽ അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു ബിസിനസ്സിൻ്റെ ഹെൽത്ത്, ഫിനാൻഷ്യൽ ഹെൽത്ത് എന്താണ്, ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അക്കൗണ്ടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ബിസിനസ്സിനൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നു, അതുപോലെ തന്നെ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്നു, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ആണ് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് അനലൈസിങ്. എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നു. ബിസിനസ് ഏത് രീതിയിലോട്ട് പോകുന്നു, അതിൻ്റെ പെർഫോമൻസ്, ഹെൽത്ത്, അതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റിംഗ് ആണ്. അതായത് നമ്മൾ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ട്സും ഒക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അത് മാനേജേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഗവൺമെൻറ്റിനും അതുപോലെ പബ്ലിക്കിനൊക്കെ അവരിത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുകയാണ്. കാരണം അതൊരു പ്രൂഫാണല്ലോ അല്ലേ, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂഫാണ്. അപ്പോൾ അത് ഇവർക്ക് ഈ ക്രെഡിറ്റേഴ്സിനും മാനേജേഴ്സിനും ഇതിൻ്റെ ഓണേഴ്സിനും സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ ഈ ഒരു ഇൻഫോർമേഷൻസ് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്, അക്കൗണ്ടിങ് പ്രോസസ്സായിട്ട് വരുന്നത്. നെക്സ്റ്റ് പഠിക്കുന്ന പോയിൻ്റാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് IFRS, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ്സിൽ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ് ചെയ്യണതിന് കുറച്ച് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ് ചെയ്യണതിൻ്റെ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസിന് ഒരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണതിനാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫോർമാറ്റ് ചെയ്തതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിൽ അവരവിടുത്തെ അക്കൗണ്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പല റൂൾസും പല പ്രിൻസിപ്പിൾസും ഗൈഡ് ലൈൻസ് ഒക്കെയാണ് ഫോളോ ചെയ്യുന്നത്. മറ്റൊരു ബിസിനസ്സിൽ വേറെ രീതിക്കുള്ള പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ വേറെ റൂൾസും ഗൈഡ് ലൈൻസ് ഒക്കെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ബിസിനസ്സിലുള്ള ആ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള ഡിഫിക്കൽറ്റീസ് വരും. മറിച്ച് എല്ലാ ഒരു ബിസിനസ്സിലെയും ഒരൊറ്റ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് കമ്പാരിസണും സിമ്പിളാക്കും, ആ ഒരു ഡിഫിക്കൽറ്റി മാറ്റി കിട്ടും. അപ്പോൾ അതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഈ റൂൾസും അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസിലും യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫോർമുലേറ്റ് ചെയ്തതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. അതായത് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഈ ഒരു അക്കൗണ്ടിങ്ങിലൊക്കെ കുറച്ച് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസൊക്കെ നമ്മൾ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കുമ്പോൾ അതിൽ യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമുലേറ്റ് ചെയ്തതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസേഴ്സിന് കുറേ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അവർക്ക് ഇത് മറ്റുള്ള ബിസിനസ്സുമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാതാക്കാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ടു ഇൻക്രീസ് ദ കോൺഫിഡൻസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് അവിടെ ഇൻക്രീസ് ചെയ്യാൻ വർദ്ധിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് റെഡ്യൂസ് കൺഫ്യൂഷൻസ് ഇൻ അക്കൗണ്ടിങ് പ്രാക്ടീഷൻസ്, അതായത് അവർ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസുകൾ കുറക്കാൻ സഹായിക്കുന്നു. ടു ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് നമ്മുടെ ഒരു റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി അത് എങ്ങനെയാണോ നമ്മൾ മെയ്ഡ് ചെയ്യണത് അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണു. അപ്പോൾ ഇതൊക്കെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് IFRS. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഇവിടെ IASB, അതായത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബേസ്ഡ്, ഇവരാണ് ഈ ഒരു IFRS ഇഷ്യൂ ചെയ്തത്. ഈ ഒരു IFRSൻ്റെ ഓൾഡ് നെയിം എന്താണെന്ന് വെച്ചാൽ IAS, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നായിരുന്നു ഇതിൻ്റെ പഴയ പേര്. അപ്പോൾ ഇവിടെ ഈ ഒരു IFRSോടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സെയിം ആസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പോലെ തന്നെ, അതായത് നമ്മുടെ ബിസിനസ്സുകളിൽ ഒരു അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് നമ്മൾ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസിൽ ഒരു യൂണിഫോം മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു. അപ്പം പല രാജ്യങ്ങളിലും ഈ ഒരു സെയിം ആയിട്ടുള്ള റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് തന്നെയാണ് ഇൻ്റർനാഷണലി ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്
സ്റ്റേറ്റ്മെൻറ്റ്സിൽ എല്ലാ കൺട്രീസിലും സെയിം ആയിട്ടുള്ള ഒരു റൂൾസ് പ്രിൻസിപ്പിൾസ് തന്നെയാണ്, യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് എന്തെന്ന് പറയുന്നത് IFRS എന്ന് പറയുന്നത്. എല്ലാ ബിസിനസ്സും ഏത് കൺട്രീസ് ആയിക്കോട്ടെ എല്ലാവരും ഒരൊറ്റ റൂളും പ്രിൻസിപ്പിൾസും ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നു. ഒരു എന്താ പറയുക, ലൈക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നു, റെഡ്യൂസ് ചെയ്യുന്ന ഓരോ റിസ്കുകളൊക്കെ, അതൊക്കെയാണ് ഇതിൽ IFRSന്റെ കേസിൽ പറയുന്നത്. IFRSന്റെ എക്സാമ്പിൾസ് ആണ്. മിനിമം ഒരു 10 പോയിന്റെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുക. നമ്മൾ IFRS എന്താണെന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ കോമ്പോണൻസ് ഒക്കെ ആഡ് ചെയ്താൽ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ കുറച്ച് നമുക്ക് എലാബറേറ്റ് ചെയ്താലുള്ളത് ആയി. ഓക്കെ, അടുത്തത് കോമ്പോണൻസ് ഓഫ് IFRS ആണ്. അപ്പോൾ IFRS സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ IASB ആണ് അത് ഇഷ്യൂ ചെയ്തത്. രണ്ടാമത്തെ IAS, അതായത് IFRSന് മുമ്പ് പഴയ വെർഷനായിരുന്നു IAS എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതാണ് അതിൻ്റെ കോമ്പോണൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് IFRS ആണ്. അപ്പോൾ ഒന്നാമത്തത് യൂണിഫോമിറ്റി, അതായത് നമ്മൾ ഗ്ലോബലി ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ഒരൊറ്റ ലാംഗ്വേജ് ആക്കുക. അതായത് അക്കൗണ്ടിങ്ങിൽ ഈ ഒരൊറ്റ റൂൾസും പ്രിൻസിപ്പിൾസും അതൊറ്റ ലാംഗ്വേജ് ആക്കി മാറ്റുക. രണ്ടാമത് ട്രാൻസ്പെറൻസി, തെളിവ്, അതായത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി കൊണ്ടുവരാം. അതിൽ ക്ലാരിറ്റികൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. മൂന്നാമത്തത് കമ്പാരബിലിറ്റി, അതായത് നമുക്ക് മറ്റുള്ള ബിസിനസ്സുകളുടെ ഫിനാൻഷ്യലുമായിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഒരൊറ്റ റൂൾസ്, ഈ ഒരു IFRS റൂൾസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളാക്കാൻ പറ്റുക. അത് കമ്പാരിസൺ സിമ്പിളാക്കാൻ പറ്റുന്നു. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ബിസിനസ്സുമാരുടെ അടുത്തുനിന്നും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ്, ഗവൺമെൻറ്, ഇവരുടെയൊക്കെ വിശ്വാസം നമ്മൾ കൈപ്പറ്റാൻ നമുക്ക് പറ്റും. അഞ്ചാമത്തെ എഫിഷ്യൻസി, അവിടെ പറയുമ്പോൾ നമ്മൾ ടു റെഡ്യൂസ് ദ കോസ്റ്റ് ആൻഡ് കോംപ്ലക്സിറ്റി ഫോർ മൾട്ടിനാഷണൽ കമ്പനീസ് ദാറ്റ് ഓപ്പറേറ്റ് ഇൻ സെവറൽ കൺട്രീസ്. അതായത് ഈ പല രാജ്യങ്ങളിൽ മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, റിപ്പോർട്ടിങ്സ് അവിടെ എളുപ്പമാക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ IFRSന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ജേർണൽ ആൻഡ് ലെഡ്ജർ ആണ്. അതിൽ ബേസിക് ആയിട്ടുള്ളത് ഒന്നാമത്തത് മീനിങ്. ജേർണൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ എൻട്രി ആണ്. നമുക്കൊരു ഫൈനൽ അക്കൗണ്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ജേർണലിലോട്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. ലെഡ്ജർ എന്ന് പറയുമ്പോൾ ഫൈനൽ എൻട്രി ആണ്, അതായത് ജേർണൽ എൻട്രി കഴിഞ്ഞതിന് ശേഷമുള്ള എൻട്രിയാണ് ലെഡ്ജർ. രണ്ടാമത്തത് നെക്സ്റ്റ് പേർപ്പസ് ആണ്. പേർപ്പസ് എന്ന് പറയുമ്പോൾ ജേർണലിൽ അതിൻ്റെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. പക്ഷെ ലെഡ്ജറിൽ എങ്ങനെയാണ്, ഓരോ അക്കൗണ്ട് വൈസിലാണ് നമ്മൾ ഈച്ച് അക്കൗണ്ടുകളാണ് നമ്മൾ പ്രോബ്ലം ആയിക്കാണ്ട് ചെയ്യണത്. മൂന്നാമത്തത് നാച്ചർ എന്ന് പറയുമ്പോൾ ജേർണലിൽ ഡേ ടു ഡേ ആയിക്കാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഓരോ ഡേയിലും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ലെഡ്ജറിൽ ക്ലാസിഫൈഡ് ആയിക്കാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഫോർത്ത് വൺ ഫോർമാറ്റ്, അതായത് ഫോർമാറ്റ് അറിയുമ്പോൾ നമ്മൾക്കറിയാം ജേർണലിൽ നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലെഡ്ജറിൽ നമ്മൾ T അക്കൗണ്ട് ഓർ ലെഡ്ജർ അക്കൗണ്ട്. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുമ്പോൾ ഒരു ക്രോണോളജിക്കൽ ഓർഡറാണ്, അതായത് നമ്മൾ ഡേറ്റ് വൈസിലാണ് നമ്മൾ ചെയ്യുന്നത്. ലെഡ്ജറിൻ്റെ കേസിൽ അനലറ്റിക്കൽ ഓർഡറാണ്, നമ്മൾ ഓരോ അക്കൗണ്ടുകൾ ആണ് നമ്മളോട് ചെയ്യുന്നത്. നെക്സ്റ്റ് ബാലൻസ് ആണ്. ബാലൻസ് അറിയുമ്പോൾ ജേർണൽ എൻട്രിയിൽ നമ്മൾ ഒരു ബാലൻസ് ചെയ്ത് വെക്കൂല. നേരെ നമ്മൾ അത് രണ്ടും ഡെബിറ്റും ക്രെഡിറ്റും ബാലൻസ് ചെയ്ത് ഈക്വൽ ആക്കി പോകുന്നു. പക്ഷെ ലെഡ്ജറിൻ്റെ കേസിൽ ഓരോ അക്കൗണ്ടിലും ഡെബിറ്റും ക്രെഡിറ്റും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യാരി ഡൗൺ ബ്രോഡ് ഡൗൺ അങ്ങനെ എഴുതൂലേ, അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ആണ്. അതായത് ജേർണൽ അക്കൗണ്ടാണ് ഇതിൽ ഒരു നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിലോട്ടുള്ള ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ലെഡ്ജർ എന്ന് പറയുന്നത് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആണെന്ന് പറയുന്നത്. ആഫ്റ്റർ ജേർണൽ കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റേജ് ആണ് ഈ ഒരു ജേർണൽ വരുന്നത്. നെക്സ്റ്റ് ബേസിക് പോയിന്റ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ജേർണൽ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് ലെഡ്ജർ. നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ആക്കി വെച്ചതിനെ ഓരോ അക്കൗണ്ട് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഈ ലെഡ്ജറിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ലെഡ്ജറിന് ശേഷമുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് ട്രയൽ ബാലൻസ്. ഓരോ അക്കൗണ്ടുകളെയും നമ്മൾ ഡെബിറ്റ് ആണോ അതോ ക്രെഡിറ്റ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത്രയും ടോപ്പിക്കാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഇതോടുകൂടി ഈ ഒരു മൊഡ്യൂൾ ഫിനിഷായി.